പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാനെന്നതോരിൽ വാഴും ശ്രീയേശുവിനു ഓരോ കേടും കൂടാതെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഓരോ കേടും കൂടാതെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കാട്ടൊലിവിൻ ശാഖയായിരുന്നു എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വെട്ടിണച്ചെന്നെ നല്ലൊലിവിൻ തരു ഓടാതു ചിന്തിച്ചെന്നും. അവൻ വെട്ടിണച്ചെന്നെ നല്ലൊലിവിൻ തരു ഓടാതു ചിന്തിച്ചെന്നും. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കാന്തനീവൻ അതിമോദമോടെ വാഹനത്തിൽ കയറി തന്റെ കാന്തയോടുല്ലസിച്ചാനെഴുന്നള്ളുന്നതോർത്തുകൊണ്ടും തന്റെ കാന്തയോട് ലസിച്ചാനന്ദിപ്പാൻ എഴുന്നള്ളുന്നതോർത്തുകൊണ്ടും. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. മുഷി തലക്കൽ സാറേ, ഓവർ ടു യു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ ദൈവമായ കാവലിനും കരുതലിനുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ നീ സൂക്ഷിച്ച നിന്റെ ദയക്കായി നിന്നെ സ്തുതിക്കുന്നു. ഇന്നും അടിയങ്ങൾ തിരുവചനവുമായി നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. നാഥ, അവിടുത്തെ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ തിരുവായ്മൊഴികൾ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് തുറക്കണമേ. അവയെ സംഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അവ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ജീവിക്കുവാൻ കർത്താവെ സമർപ്പണത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരണമേ. വചനം സംസാരിക്കുന്ന അടിയനോടും കേൾക്കുന്നതിന്റെ മക്കളോടും കൂടെ ഇരിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. അടിയന്റെ അധരത്തെ സ്വർഗീയ കനൽ കൊണ്ട് തൊട്ട് അവിടുന്ന് ശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യണമേ.
എല്ലാ മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. ദയയോട് കേൾക്കുമാറാണമേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആക്റ്റഡ് പാരബിൾ ആണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു ആക്റ്റഡ് പാരബിൾ കൂടെ ചിന്തിച്ച് യിരെമ്യാവിൽ നിന്നുള്ള ഈ ആക്റ്റഡ് പാരബിൾ ചിന്തകൾ ഒക്കെ വിരാമം കുറിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ആക്റ്റഡ് പാരബിൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ നാം കാണുന്ന ആക്റ്റഡ് പാരബിൾ ആണ്. ഞാൻ ആ 19-ാം അധ്യായത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഒന്ന് വായിക്കട്ടെ. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിന്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർത്തീസ് ഓട്ടുനുറുക്ക് വാതിലിന്റെ പുറമേയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിച്ച് പറയേണ്ടത്. യഹൂദ രാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരു അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചിട്ടല്ല, അരുളി ചെയ്തിട്ടില്ല, എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പത്താമത്തെ വാക്യം, പിന്നെ നിന്നോടുകൂടെ പോന്ന പുരുഷന്മാർ കാണുകെ നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. യിരെമ്യാവിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ആക്റ്റഡ് പാരബിളാണ് ഇത്. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒന്നുകൂടെ യിരെമ്യാ പ്രവാചകനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പൊതുവെ നാം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് കണ്ണീരിന്റെ പ്രവാചകൻ എന്നാണ്. എ ഹാർട്ട് ബ്രോക്കൺ പ്രോഫറ്റ് വിത്ത് എ ഹാർട്ട് ബ്രോക്കൺ മെസ്സേജ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഹാർട്ട് ബ്രേക്കിംഗ് മെസ്സേജ്, എ ഹാർട്ട് ബ്രോക്കൺ പ്രോഫറ്റ് വിത്ത് എ ഹാർട്ട് ബ്രേക്കിംഗ് മെസ്സേജ്. തകർന്ന ഹൃദയത്തോടു കൂടിയ ഒരു പ്രവാചകൻ, ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള വചനങ്ങൾ തരുന്ന ഒരു പ്രവാചകൻ എന്നാണ് യിരെമ്യാ പ്രവാചകനെ നാം മനസ്സിലാക്കുന്നത്. ഹാർട്ട് ബ്രോക്കൺ പ്രോഫറ്റ് വിത്ത് എ ഹാർട്ട് ബ്രേക്കിംഗ് മെസ്സേജ്. അത് മാത്രമല്ല, യിരെമ്യാ പ്രവാചകന്റെ ജീവിതം ആകെക്കൂടി നമുക്കറിയാം. വളരെ ചെറു പ്രായത്തിൽ തന്നെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ച മനുഷ്യനാണ് യിരെമ്യാ പ്രവാചകൻ. അതുകൊണ്ട് 13 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ പ്രവാചക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. യിരെമ്യാവ് മാതാവിന്റെ ഗർഭത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായിരുന്നു എന്ന് നാം 1-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ വെറുക്കപ്പെട്ട, ഡിസ്പൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു
ഇസ്രായേൽ മക്കള് വെറുത്ത ഒരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ അദ്ദേഹം ഒരു വിധത്തിലും മറച്ചു വെക്കാതെ ഉള്ളതുപോലെ ദൈവജനത്തോട് സംസാരിക്കുകയായിരുന്നു. ഈ ഭാഗത്തും അത് തന്നെയാണ് നാം കാണുന്നത്. യിരെമ്യാ പ്രവാചകൻ വളരെ ശക്തമായി പറയുകയാണ്, ഇതുപോലെ ഒരു മൺകുടം എടുത്തിട്ട് ഇതുപോലെ നിങ്ങളെ ദൈവം ഉടച്ചു കളയും എന്ന്. മായം കൂടാതെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രവചനം ദൈവജനത്തോട് സംസാരിക്കുന്ന പ്രവാചകൻ. ആ വിധത്തിൽ യിരെമ്യാ പ്രവാചകൻ വളരെ ശ്ലാഘിക്കപ്പെടേണ്ട ഒരു പ്രവാചകനാണ്. എനിക്ക് പ്രവാചകന്മാരിൽ, മേജർ പ്രോഫറ്റ്സില് എനിക്ക് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനാണ് വാസ്തവത്തിൽ യിരെമ്യാ പ്രവാചകൻ. ഒരു കാരണം അതാണ്, അദ്ദേഹത്തിന്റെ നിറകണ്ണുകളോടുകൂടിയുള്ള പ്രവചനങ്ങൾ. ഹാർട്ട് ബ്രോക്കൺ ആണ്, തകർന്ന ഹൃദയത്തോടു കൂടിയ ഒരു മനുഷ്യൻ. ദൈവശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണത്. നമ്മുടെ ഹൃദയം തകർന്ന ഒരവസ്ഥയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ആർദ്രമായ തകർക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയുന്ന, വേദനകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം അത്തോടെ യഹോവയായ ദൈവം കൽപ്പിച്ചു, നീ ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടത് ഒരു അരക്കച്ച ലോയിൻ ക്ലോത്ത് ആണ് വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞു. ആ മൺകുടം വിലയ്ക്ക് വാങ്ങിയിട്ട് അത് ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ മൂപ്പന്മാരും, ഇവിടെ പറഞ്ഞെന്താ, പിന്നെ പുരുഷന്മാർ കാണുക നീ ആ മൺകുടം. മൂപ്പന്മാരിലും പുരോഹിതന്മാരിലും പലരും നോക്കി നിൽക്കുകയാണ് ഈ മൺകുടം എടുത്തുകൊണ്ട് ഒരു മെസ്സേജ് കൊടുത്തതിന് ശേഷം അത് ഉടച്ചു കളയുന്നത്. ഇവിടെ നാം കാണുന്ന ഒരു പ്രത്യേകത, ആ മൺകുടം കൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരനർത്ഥം വരുത്തും. യെരൂശലേമിനെ കുറിച്ചാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ഈ ദേശത്തിന് ഒരനർത്ഥം വരുത്തും. കാരണം എന്താണ്? അവർ എന്നെ ഉപേക്ഷിച്ചു. ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനത. ആ ജനത ഇവിടെ ആ ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അതിന്റെ ഭാഗങ്ങളിലൊക്കെ നാം മനസ്സിലാക്കണമെങ്കിൽ മൈനർ പ്രോഫസിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം. എന്തുമാത്രം ഹബക്കൂക്കിന്റെ ഒക്കെ പ്രവചനം വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവജനം എത്ര വഷളത്വത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു മറ്റൊരു ദിവസം നമുക്ക് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, അവർ പരമാവധി ചെയ്ത ദോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മക്കളെ ബാൽ വിഗ്രഹത്തിന് ബലി കൊടുക്കുന്ന ഒരനുഭവം. സ്വന്തം മക്കളെ ബാൽ വിഗ്രഹത്തിന് ബലി കൊടുക്കുന്ന വിധത്തിൽ അവരുടെ ആത്മീകമായ ധാർമ്മികമായ അവസ്ഥകളൊക്കെ തകർന്നു. സാൻമാർഗികമായി അല്ലെങ്കിൽ തന്നെ ഇസ്രായേൽ മക്കൾ തകർന്നിരിക്കുന്നു. അത് നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. അത്രമാത്രം തകർന്ന ഒരു അവസ്ഥയായിരുന്നു ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച്, പ്രത്യേകിച്ച് സിയോൻ പുത്രിമാരെ കുറിച്ച് പറയുന്നത്, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും
എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചുറിപിടിപ്പിക്കും. ആ വിധത്തിൽ ധാർമ്മികമായി സാൻമാർഗികമായി തകർന്ന ഒരു സമൂഹമായി ഇസ്രായേൽ മക്കൾ തീരുകയാണ്. ഇവിടെ നാം കാണുന്നത് ബെൻഹിന്നോം താഴ്വര എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശം, അവിടെ വലിയ യാഗപീഠങ്ങൾ ഉണ്ടാക്കിയിട്ട് ബാൽ വിഗ്രഹത്തിന് സ്വന്തം മക്കളെ ബലി കഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അത് വന്നു എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് യഹോവയായ ദൈവം യിരെമ്യാവിലൂടെ പറയുകയാണ്, ആ ബെൻഹിന്നോം താഴ്വര എന്നല്ല ഇനി അതിന് പേര് വിളിക്കാൻ പോകുന്നത്, അതിന് കുലത്താഴ്വര എന്ന് പേര് വിളിക്കും എന്നാണ് പറയുന്നത്. അതിന് കുലത്താഴ്വര, സ്ലോട്ടർ വാലി എന്ന് അതിന് പേര് വിളിക്കും എന്ന് പറയത്തക്ക വിധത്തിൽ അവരുടെ ആത്മീകമായി തകർന്ന ഒരവസ്ഥയാണ് ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നത്. ആ ആത്മീകമായ തകർച്ചയെ കുറിച്ചാണ് ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ആരാണ്? പുരോഹിതന്മാരൊക്കെയും ഇതിന് മുൻഗാമികളാണ്, മുൻപിൽ നിൽക്കുന്നവരാണെന്ന് ഓർക്കണം. പശഹൂർ തുടങ്ങിയിട്ടുള്ള പുരോഹിതന്മാർ ഇവരൊക്കെ അതിന് മുമ്പിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ ഈ പുരോഹിതന്മാർ കേൾക്കെ, മൂപ്പന്മാർ കേൾക്കെയാണ് പറയുന്നത്, നിങ്ങൾ വഷളത്വം പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു, യഹോവയെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. യഹോവയെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ അന്യദേവന്മാർക്ക് ധൂപം കാട്ടുകയും കുറ്റമില്ലാത്ത അവരുടെ രക്തം കൊണ്ട് ആ യാഗപീഠങ്ങളെ നിറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി നിഷേധിച്ചു പോയ ഒരു ജനതയോട് യഹോവയായ ദൈവം യിരെമ്യാവിലൂടെ പറയുകയാണ്, നിങ്ങളെ ഞാനും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം വരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കുലത്താഴ്വര, സ്ലോട്ടർ വാലി എന്ന പേര് വരും എന്ന് പറയുകയാണ്. അപ്പോൾ ആ വിധത്തിൽ കുലത്താഴ്വരയായി മാറുന്ന ഒരു ജനതയെ കുറിച്ച്, അവരുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം കുലത്താഴ്വരയാണ്, അവരുടെ ജീവിതത്തിന്റെ പരിസരം കുലത്താഴ്വരയാണ്. ഇതര ദേവന്മാർക്ക്, അന്യദേവന്മാർക്ക് യാഗം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത, യഹോവയായ ദൈവത്തെ വിസ്മരിച്ച ഒരു ജനത. അവരോട് ആ സത്യം വിളിച്ചു പറഞ്ഞിട്ട് യഹോവയായ ദൈവം പറയുകയാണ്, പിന്നീട് പറയുന്നത് എന്താണെന്ന് നോക്കുക. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് യഹൂദയുടെയും യെരൂശലേമിന്റെയും ആലോചനയെ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ആലോചനകളൊക്കെ ഫലരഹിതമായി തീരും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാതെ വരും. നിങ്ങളുടെ ആലോചനയെ ഞാൻ നിഷ്ഫലമാക്കും. ഞാൻ നിങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കും. നിങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധം നിങ്ങൾ ബലഹീനരായി മാറും. നിങ്ങൾ വധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും. അതിനരികെ കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും. മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമായി തീരും യെരൂശലേം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മരിച്ചു വീഴുന്ന ജനങ്ങളുടെ ജഡം പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരുമെന്ന് പറയുന്നു. അവർ മറ്റുള്ളവർക്ക് ചൂളകുത്തുന്ന, മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരു ജനതയായി മാറും. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കത്തിലും നിരോധനത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. അതാണ് ഏറ്റവും വലിയ ഭയങ്കരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. They will become cannibals. അവർ ഈ വിധത്തിലുള്ള എല്ലാ തിന്മകളും പ്രവർത്തിച്ച്, പാപം പ്രവർത്തിച്ച്, ദൈവസന്നിധിയിൽ മാറ്റപ്പെട്ട് മക്കളെ ദൈവത്തിന് നൽകാതെ ബാലിന് ബലിയർപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന അവരെ കുറിച്ച് പറയുകയാണ്, they will become cannibals. അവർ മനുഷ്യഭോജിക്കളായി മാറും, മനുഷ്യരെ തിന്നുന്നവരായി മാറുമെന്ന്. എത്ര ഭയങ്കരമായ അവസ്ഥയാണ് ഇസ്രായേൽ മക്കൾക്ക് വന്ന ഭവനം.
ഈ കാനിബൽസ് ആയി മാറുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന, മറ്റാർക്കും പങ്കിടാതെ സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന വിധത്തിൽ പട്ടിണി കിടന്ന, കാരണം ആ പ്രദേശത്തേക്ക് ഫുഡ് സപ്ലൈ ഒന്നും ഇല്ലാതായി. അതെല്ലാം നെബൂഖദ്നേസർ നിരോധിച്ചു കഴിയുമ്പോൾ ആ പ്രദേശത്തേക്ക് ഫുഡ് സപ്ലൈ ഇല്ലാതെ വരും. ഫുഡ് സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ, ഭക്ഷണമില്ലാതെ വരുമ്പോൾ, ഭക്ഷണത്തിന് മാർഗമില്ലാതെ വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നുന്ന കാനിബൽസ് ആയിട്ട് ഇസ്രായേൽ മക്കൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായ, ദയനീയമായ ഇസ്രായേൽ മക്കളുടെ പതനം എന്ന് പറയുന്നത്. ദൈവത്തെ മറന്നുപോയ ഒരു ജനത്തിന്റെ ആത്യന്തികമായ പതനം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന വിധം ആയിത്തീരുക എന്നുള്ളതാണ്. കാനിബൽസ് ആയിത്തീരുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പിന്നൊരിക്കലും ഇത് സംഭവിച്ചു. പിൽക്കാലത്ത് AD 70 ഇത് BC നൂറ്റാണ്ടുകളിലെ 600കളിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ AD 70 റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് വന്ന് യെരുശലേമിനെ ആക്രമിച്ച കാലഘട്ടത്തിൽ, യെരുശലേമിലേക്കുള്ള ഫുഡ് സപ്ലൈ മുഴുവൻ നിരോധിച്ച ആ കാലഘട്ടത്തിൽ, അന്നും AD 70 പോലും, നമ്മുടെ ഈ AD നൂറ്റാണ്ടിൽ പോലും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കാനിബാലിസം ഉണ്ടായിരുന്നു. അവരുടെ മാംസഭുക്കുകളായിരുന്നു, മനുഷ്യജീവൻ കൊന്നു തിന്നുന്നവരായിരുന്നു അവരെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, സൗത്ത് അമേരിക്കയിലുള്ള ആ പ്രദേശത്ത് ഇക്വഡോർ എന്ന് പറയുന്ന ഇക്വഡോറിലും അവിടെയൊക്കെയുള്ള പ്രദേശം മനുഷ്യൻ കാനിബൽസ് ആയിരുന്നു. അവര് മനുഷ്യഭോജികളായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ജിം എലിയറ്റിനെ പോലെയുള്ള സുവിശേഷന്മാര് പോയി, മിഷണറിമാര് പോയി വേല ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ അവസാനം പട്ടിണി കിടന്ന് അതിജീവനത്തിന് വേണ്ടി സ്വന്തം മക്കളെ കൊന്നു തിന്നുന്ന അവസ്ഥ വരെ വന്നപ്പോൾ വരും എന്നാണ് യിരെമ്യാ പ്രവാചകൻ പ്രസവിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് യിരെമ്യാ പറയുന്നത്, യു ആർ ഗോയിങ് ടു ബിക്കം കാനിബൽസ്. നിങ്ങൾ നരഭോജികളായി, മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരായി തീരാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ അവിടെ പറയുകയുണ്ടായി. അത് പറഞ്ഞതിന് ശേഷമാണ് പുരോഹിതന്മാരും, പശഹൂർ പുരോഹിതനും അതുപോലെ തന്നെ മൂപ്പന്മാരും എല്ലാം കാണെ ഈ വാങ്ങിയ മൺകുടം അവരുടെ മുമ്പിൽ ഉടച്ചു കളഞ്ഞു. ആ മൺകുടം ഉടച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് പുനഃസൃഷ്ടിക്കുവാൻ കഴിയാത്ത വിധം ഉടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ആക്റ്റഡ് പാരബിൾ പഠിച്ചപ്പോൾ യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിച്ചതാണ്. കുശവൻ തന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിൽ ചിത്തയായിപ്പോയി. എന്നാൽ ആ പാത്രത്തെ കുശവൻ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ അതല്ല, ഇതൊരു ഒരു മൺകുടമാണ്. കുശവൻ മെനഞ്ഞ ഒരു മൺകുടമാണ്. അത് കൊണ്ടുവന്ന് ഉണങ്ങിയ ആ മൺകുടം അത് ഒടിച്ചു കളഞ്ഞാൽ പിന്നെ അത് അതുപോലെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് കുപ്പയിലേക്ക് വലിച്ചെറിയുക മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും പിന്നെ അത് പുനഃസൃഷ്ടിക്കുവാൻ കഴിയില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ദൂത്. ഈ ദൂതിനെ തുടർന്ന് നമുക്കറിയാം, യിരെമ്യാവിന്റെ ഈ ദൂത് കേട്ടിട്ട് പശഹൂർ പുരോഹിതൻ ദേഷ്യം വന്നു. അന്നത്തെ പുരോഹിതനായ പശഹൂറിന് ദേഷ്യം വന്നു. അദ്ദേഹം ദേവാലയത്തിന്റെ പ്രധാന വിചാരകനായ പശഹൂർ പുരോഹിതൻ യിരെമ്യാ പ്രവാചകനെ അടിച്ചു എന്ന് 20-ാം അധ്യായം വായിക്കുമ്പോൾ, എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാവിനെ അടിച്ചു എന്നാണ്. നോക്കണം, ദേവാലയത്തിന്റെ പരിസരത്ത് വെച്ച് യിരെമ്യാവിന്റെ കന്നത്തടിക്കുന്ന പശഹൂർ പുരോഹിതൻ. എന്തുകൊണ്ടാണ്? ദൈവം യിരെമ്യാ പ്രവാചകന് കൊടുത്ത വചനം മായം കൂടാതെ അതേപോലെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പറഞ്ഞത്, പശഹൂർ പുരോഹിതന്റെ മുമ്പിൽ പറഞ്ഞത്, മൂപ്പന്മാരുടെ മുമ്പിൽ പറഞ്ഞത്, അതേ ഒരു കാരണം കൊണ്ട് അടിയേൽക്കുന്ന ഒരു യിരെമ്യാ പ്രവാചകനെ നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. അടിയേറ്റു എന്ന് മാത്രമല്ല, അവിടെ താഴെ പറയുന്നു, 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, പശഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു
യഹോവയുടെ ആലയത്തിന് അരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിലെ ആമത്തിൽ ഇട്ടു. അവനെ അടിച്ചു എന്ന് മാത്രമല്ല, അവനെ ആമത്തിൽ ഇടുന്ന അവനെ അടിച്ചു എന്ന് മാത്രമല്ല, അവനെ ആമത്തിലിടുന്ന ഒരു ചിത്രവും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ഇന്നും നാം അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നവർക്ക് കിട്ടുന്ന ഈ ലോകം നൽകുന്ന പ്രതിഫലം ഇതാണ്. ഇവിടെ ലോകമെന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ പുരോഹിതന്മാർ നൽകുന്ന പ്രതിഫലം ഇതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. യിരെമ്യാ പ്രവാചകൻ കന്നത്തടിയേൽക്കുക, ആമത്തിൽ പൂട്ടിയിടപ്പെടുക എന്നുള്ള അവസ്ഥ. എത്ര ദയനീയമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ ആമത്തിൽ കിടന്നിട്ടും യിരെമ്യാ പ്രവാചകൻ മടിച്ചോ? എന്നിട്ടും പറഞ്ഞു, നിന്റെ ഈ ദൂതെല്ലാം അങ്ങോട്ട് പിന്നെയും കൊടുക്കുകയാണ്. ആമത്തിൽ വിട്ടപ്പോൾ യിരെമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശഹൂർ എന്നല്ല, മാഗോർ മിസാബീബ്, സർവത്ര ഭീതി എന്ന് നിനക്ക് പേര് എന്ന് പശഹൂർ പുരോഹിതന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ആമത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞ ഉടനെ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, നിനക്കിനി പേര് സർവത്ര ഭീതി എന്നാണ്, പശഹൂർ എന്നുള്ളതിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂത് അവനോട് പറയുന്ന യിരെമ്യാ പ്രവാചകൻ. പക്ഷെ യിരെമ്യാ പ്രവാചകൻ അത് വലിയ വേദനയായി. അവിടെയാണ് ഇനി ഞാൻ അവന്റെ ദൂത് പറയുകയില്ല എന്ന് ഒരു ഘട്ടത്തിൽ യിരെമ്യാ പ്രവാചകൻ ചിന്തിച്ചുപോയി. അങ്ങനെ ചിന്തിച്ച പ്രവാചകനാണ് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് 20-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അതിന്റെ ആസ്തികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് യിരെമ്യാ പ്രവാചകൻ. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ വചനം സംസാരിക്കുകയില്ല എന്ന് ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചാലും, പറയുകയാണ്, അവന്റെ നാമത്തിന് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ, അതിന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ. The word was in my heart like a burning fire. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. Word was in my heart like a burning fire shut up in my bones. എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഒരു അഗ്നി പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തോട് സത്യസന്ധത പുലർത്തുന്ന, ആ വചനത്തിന്റെ ആവേശത്തിൽ നിലനിൽക്കുന്ന ഒരു യിരെമ്യാ പ്രവാചകനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് അതുപോലെ അനുഷ്ഠിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ചുള്ള വചനം മാറ്റമില്ലാതെ പറയുകയും ചെയ്യുന്ന യിരെമ്യാ പ്രവാചകന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് ദീർഘമായ ഒത്തിരി സംസാരിക്കുവാൻ, ഈ ഓരോ അവസ്ഥയെക്കുറിച്ചും, ഇസ്രായേൽ മക്കളുടെ ഓരോ അവസ്ഥയെയും കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ കഴിയും. പക്ഷെ ഞാൻ വ്യത്യസ്തമായ മറ്റൊരു മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഉടയപ്പെട്ട ഒരു മൺകുടത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. എന്താണ് ഈ മൺകുടം? ഇസ്രായേൽ ജനതയാണ്. ഇസ്രായേൽ ജനതയാകുന്ന മൺകുടം, അവരെ ഈ മൺകുടം പോലെ ആക്കി തീർക്കും എന്ന് പറഞ്ഞ യഹോവയായ ദൈവം ഉടഞ്ഞുപോയ ഒരു ജനതയുടെ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ തയ്ക്കും. ഇത് പഴയ നിയമ പ്രവാചകന്റെ പ്രവചനമാണ്. ഇത് പഴയ നിയമത്തിലെ ദൈവം മനുഷ്യനോട് കാണിക്കുന്ന ശിക്ഷയുടെ ഒരു പ്രതീകമാണ്. ഈ മൺകുടം ഉടച്ചു കളയുന്ന അവസ്ഥ, പുനഃസൃഷ്ടിക്കുവാൻ കഴിയാത്ത വിധം ഒരു മൺകുടം ഉടയ്ക്കുന്ന അവസ്ഥ. എന്നാൽ നാം ആത്മീയമായ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ചിന്തയിലേക്ക് പോകേണ്ടി വരും. എന്താണ് പുതിയ നിയമം നമ്മൾ പഠിപ്പിക്കുന്ന പുതിയ ദർശനം? എന്താണ് അവിടെ ഉടഞ്ഞു പോയത് പുതുക്കി പണിയുന്ന ഒരു ദൂതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉടഞ്ഞതിനെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ദൈവം. ഇവിടെ ഈ മൺകുടം പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ ആ മൺകുടത്തെ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു റീക്രിയേഷന്റെ ദൂത് കൂടെ ഇതിനോടൊപ്പം നാം പങ്കിടേണ്ടതായിട്ടുണ്ട്.
ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചാൽ, ഈ മൺകുടം ഉടച്ചു കളഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് ഇനി അത് പുനഃസൃഷ്ടിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അത് ഒരു പുതുക്കത്തിന്റെ ദൂതായി തീരുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ഈ ചിന്തയിൽ നിന്ന് ഒരു റീക്രിയേഷന്റെ ചിന്തയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഉടയ്ക്കപ്പെട്ട ഈ മൺകുടം പുനഃസൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇവിടെ നാം കണ്ട പോട്ടർ, ഇവിടെ നാം കണ്ട ഈ മൺകുടം സൃഷ്ടിച്ച ആ കുശവന് ഈ മൺകുടത്തെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയില്ല. എന്നാൽ ഈ മൺകുടത്തെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന മറ്റൊരു കുശവന്റെ അടുക്കലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ യാത്ര ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന മറ്റൊരു കുശവന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആ കുശവൻ ആരാണ്? ആ കുശവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മുടെ തകർന്ന ജീവിതങ്ങളെ പുനഃസൃഷ്ടിക്കുന്ന ഒരുവനാണ്. ദാവീദിൽ ആരംഭിക്കുന്ന ആ ആത്മീക ചിന്ത നമുക്കറിയാം. ദാവീദ് പ്രാർത്ഥിച്ചു. സങ്കീർത്തനങ്ങൾ 22 നാം വായിക്കുന്നു, എന്റെ ശക്തി ഓട്ടുകഷണം പോലെ ആയിത്തീരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷണം പോലെ ആയിരിക്കുന്നു. സൺബേക്ഡ് ക്ലേ എന്നാണ് അതിന് പറയുന്നത്. ഓട്ടുകഷണം, സൂര്യനിൽ ഉണങ്ങിപ്പോയ ഓട്ടുകഷണം, അത് ഒന്നിനും കൊള്ളാത്തതായി മാറുകയാണ്. എന്നാൽ ആ ഓട്ടുകഷണം പോലെയായ ജീവിതത്തെ, എന്റെ ശക്തിയെ, എന്റെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന മറ്റൊരു ആർദ്രമായ സന്ദേശം കൂടി തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. യിരെമ്യാ പ്രവാചകരിലും മറ്റു പ്രവാചകന്മാരിലും വളരെ ഹാർഷായിട്ടുള്ള, വളരെ കഠിനമായിട്ടുള്ള ദൂത് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആർദ്ര ഹൃദയം കൂടെ നാം കാണണം. എന്തുകൊണ്ടാണ് ദൈവം ഈ ഉടയ്ക്കുന്നു, തകർക്കുന്നു, നിന്റെ പേര് മാറ്റുന്നു എന്നൊക്കെ പറയുന്നത്, നിന്നെ സർവത്ര ഭീതിയാക്കുന്നു, മാറ്റുന്നു എന്നൊക്കെ പറയുന്നത്? അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ആർദ്ര ഹൃദയമുണ്ട് നമ്മൾ ഓർക്കണം. തന്റെ ഹൃദയത്തിന്റെ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ദൈവം ആ വിധത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ താൻ സൃഷ്ടിച്ച ജനത്തിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട സ്നേഹം, സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന, അതുകൊണ്ട് ദൈവത്തിന് ആർദ്ര ഹൃദയമുണ്ട് എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൽ തന്നെ, 22-ാം സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പാടുന്നത്, അരിഷ്ടന്റെ അരിഷ്ടത നിരസിക്കാതെ, അവന് മുഖം മറയ്ക്കാതെ ഇരിക്കുന്ന ഒരു ദൈവം. അരിഷ്ടന്റെ അരിഷ്ടത നിരസിക്കാത്ത ഒരു ദൈവം, അവന് മുഖം മറയ്ക്കാത്ത ഒരു ദൈവം, മുഖം മറയ്ക്കാത്ത ദൈവസ്നേഹം. ഹല്ലേലൂയ! മുഖം മറയ്ക്കാത്ത ദൈവസ്നേഹം. വൺ ഹു ഹാസ് നോട്ട് ഹിഡൻ ഹിസ് ഫേസ്. അവന്റെ മുഖം മറയ്ക്കാത്ത ദൈവമാണ് അവൻ. അങ്ങനെയുള്ള ഒരു ദൈവം. തകർന്ന 1-2 ജീവിതങ്ങളെ കുറിച്ച് വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. തകർന്ന ജീവിതങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള ദൂതുകൾ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മളുടെ ജീവിതം മൺപാത്രങ്ങളാണ്. അവർ ബോഡി ഈസ് പെരിഷബിൾ കണ്ടെയ്നേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ ബോഡി ഈസ് പെരിഷബിൾ കണ്ടെയ്നർ. നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നശിക്കുന്ന ഒരു മൺപാത്രമാണ് എന്ന് പറയുന്നു. പെരിഷബിൾ കണ്ടെയ്നർ, മൺപാത്രങ്ങൾ എന്നാണ് മലയാളത്തിൽ അതിന്റെ വിവർത്തനം. പെരിഷബിൾ കണ്ടെയ്നർ. ആ പെരിഷബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ എന്ന് നാം പറയുമ്പോൾ തന്നെ അവയെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ദൈവം. എന്നാൽ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന, പെരിഷബിൾ ആയിരുന്ന നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്ന ഒരു യേശു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്ന ഒരു ദൈവികമായ ശക്തി കൃപയാൽ മാത്രം നമ്മളെ വിടുവിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന്റെ കൃപയുടെ അതിപ്രസരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയുടെ
ആർദ്രമായ വേദനയാണ് നാം കാണുന്നതെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപയുടെ അതിപ്രസരം, ദൈവഹൃദയത്തിന്റെ കൃപയുടെ അതിപ്രസരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവാചകങ്ങൾ തന്നെ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ വിലാപങ്ങളിൽ നാം വായിക്കുന്ന വിലാപങ്ങൾ 3-ാം അധ്യായത്തിന്റെ 23, 24, 22, 23 വാക്യങ്ങൾ വിലാപങ്ങൾ വായിക്കുമ്പോൾ, ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. വിലാപങ്ങൾ 23-ാം അധ്യായത്തിന്റെ 22, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം പെരിഷബിളായിട്ടുള്ള മൺപാത്രങ്ങളാണെങ്കിൽ പോലും, ഉടയ്ക്കപ്പെട്ടവരാണ്, ഉടഞ്ഞു പോകുന്നവരാണ് എങ്കിൽ പോലും കൃപയാൽ അവന്റെ തീർന്നു പോകാത്ത അന്തമില്ലാത്ത അവന്റെ കരുണയാൽ, കൃപയാൽ നമ്മളെ അവൻ പുനഃസൃഷ്ടിക്കുന്ന ദൈവമാണ് എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം നമ്മുടെ തകർന്ന ജീവിതത്തെ പുതുക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാൻ, അവനെ കണ്ടുമുട്ടിയാൽ അവൻ നമ്മളെ പുനഃസൃഷ്ടിക്കുന്ന ദൈവമാണ് എന്ന് പുതിയ നിയമം, കർത്താവിന്റെ സുവിശേഷം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ പ്രവചനങ്ങളല്ല നാം ഇവിടെ പരിഗണിക്കേണ്ടത്. ഇവിടെ ദൈവത്തിന്റെ ദൂത് വരുന്നത് പുതിയ നിയമത്തിൽ ദൈവികമായ സന്ദേശം നമുക്ക് നൽകുകയാണ്. ഞാൻ നിന്നെ പുനഃസൃഷ്ടിക്കുന്ന ദൈവമാണ്, നിന്നെ തകർക്കുന്ന ദൈവം മാത്രമല്ല, നിന്നെ പുനഃസൃഷ്ടിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ്. അതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ തകർക്കപ്പെട്ട ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം കൂടി വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതുപോലെ തകർന്ന ഒരു ജീവിതം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട കുറ്റം ചെയ്ത ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അവളെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. തകർന്ന ഒരു ജീവിതം. എന്താണ് യേശു കർത്താവ് അവളോട് പറഞ്ഞത്? ഒരൊറ്റ വാക്കുകൊണ്ട് അവളുടെ ജീവിതത്തെ സമൂലമായി പുനഃസൃഷ്ടിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. വിത്ത് വൺ വേർഡ്, ഒറ്റ വാക്കാണ്, നോ മോർ സിൻ. നീ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നത്. നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നോ മോർ സിൻ, ഒറ്റ വാക്കുകൊണ്ട് അവളുടെ ജീവിതം സമഗ്രമായി രൂപാന്തരപ്പെടുകയാണ്. തകർന്ന, കൊല്ലപ്പെടേണ്ടതായി, ശിക്ഷിക്കപ്പെടേണ്ടവളായി ദൈവസന്നിധിയിൽ വരുന്ന ഒരു സ്ത്രീ, അവൾ ഒരു പുതിയ അനുഭവത്തിലൂടെ തിരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നോ മോർ സിൻ എന്താണ്? അധികമായി ദൈവത്തിന്റെ വചനത്താൽ രൂപാന്തരപ്പെടുന്ന മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ. ഇതുപോലെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള മറ്റൊരു ജീവിതമാണ് പത്രോസിന്റെ ജീവിതം. പരസ്പരം തുലനം ചെയ്യുമ്പോൾ ഒരു ബന്ധവുമില്ല എന്ന് തോന്നിയേക്കാം, പക്ഷേ പത്രോസിന്റെ ജീവിതം, 3 തവണ കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ, ഞാൻ കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ 16 സെന്റിന് എന്റെ യേശുവിനെ വിറ്റവനാണ് അപ്പോസ്തലനായ പത്രോസ്. എന്റെ ഗുരുവും ഒരു സാധാരണക്കാരനാണ്, അവനൊരു സാധാരണ യഹൂദനാണെന്ന് പറഞ്ഞിട്ട് ദൈവപുത്രനെ തരം താഴ്ത്തി കേവലം ഒരു ദേവാലയത്തിൽ കൊടുക്കേണ്ട വഴിപാടിന്റെ പേരിൽ എന്റെ യേശുവിനെ നിസ്സാരനാക്കിയ പത്രോസ്. 16 സെന്റാണ് ദേവാലയത്തിലേക്ക് കൊടുക്കേണ്ട വഴിപാടിന്റെ മൂല്യം, ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത്. ആ 16 സെന്റ് കൊടുക്കാത്തതിന്റെ പേരിൽ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി എന്റെ യേശുവിനെ 16 സെന്റിന് നിസ്സാരനാക്കി ഒരു സാധാരണ യഹൂദനാക്കി മാറ്റിയവനാണ് പത്രോസ്. അവനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. 2 തവണ അവന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയവനാണ് പത്രോസ്. ആ പത്രോസ് തിബരിയാസിന്റെ തീരത്ത് വെച്ച് യേശു കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്ന നമുക്കറിയാം. ആദ്യം അവനോട് ചോദിച്ചു, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമതും
ഇത് തന്നെ ആവർത്തിച്ചു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമതും ഇത് തന്നെ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. മൂന്നാമതും യേശു അങ്ങനെ ചോദിച്ചപ്പോൾ തകരുന്ന ഒരു പത്രോസിന്റെ ചിത്രമാണ് നമുക്ക് അവിടെ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഭാഗമാണത്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ മുമ്പിൽ പിന്നൊന്നും പറയുവാൻ നിവർത്തിയില്ലാതെ, ഹൃദയം തുറന്നു കാണിക്കുവാൻ നിവർത്തിയില്ലാതെ തകർന്നു പോകുന്ന ഒരു പത്രോസ്. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറയുന്നു. ഒന്നും പറയുവാൻ കഴിയാതെ തകർന്നു പോകുന്ന ഒരു പത്രോസിന്റെ ചിത്രമാണ് അവിടെ കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പത്രോസിനോട് പറയുകയാണ്, എന്റെ ആടുകളെ മേയ്ക്കുക. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യനായി മാറുന്ന ഒരു അപ്പസ്തോലൻ, മുക്കുവനായി ഒന്നും അറിയാതെ നിരക്ഷര കുക്ഷയായിരുന്ന ഒരു മനുഷ്യൻ, അവനെ എന്റെ കർത്താവ് തിബരിയാസിന്റെ തീരത്ത് വെച്ച് എന്റെ ആടുകളെ മേയ്ക്ക എന്ന കൽപ്പന കൊടുത്തു. അതോടുകൂടി അവൻ രൂപാന്തരപ്പെടുകയാണ്. അവൻ കർത്താവിൽ ഉറയ്ക്കുകയാണ്. അവൻ കർത്താവിൽ ഒരു പുനഃസൃഷ്ടിയായി മാറുകയാണ്. അവൻ കർത്താവിന് പ്രയോജനമുള്ള ഒരു മൺപാത്രമായി മാറുകയാണ്. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് അപ്പോസ്തലന്മാർക്ക് പേര് വീണ നമുക്ക് അശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയിൽ ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ചവരാണ് അപ്പോസ്തലന്മാർ എന്ന് ഓർക്കണം. അതുകൊണ്ട് കർത്താവെ, നീ സകലതും അറിയുന്നു എന്ന് പറയുന്ന ആ തകർന്ന അവസ്ഥയിൽ നിന്നും പത്രോസിനെ പുനഃസൃഷ്ടിക്കുന്ന, പുനരഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഈ ദൂതുകൾ അവസാനിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആക്റ്റഡ് പാരബിൾസിന്റെ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഹൃദയപൂർവ്വം ചോദിക്കട്ടെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളൊരു ബ്രോക്കൺ വെസലാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പെരിഷബിൾ വെസലാണോ നമ്മൾ? പെരിഷബിൾ കണ്ടെയ്നർ ആണോ നമ്മൾ നശിക്കപ്പെട്ടവരാണോ? എങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ, കർത്താവെ, ഞാൻ ഒരു ഉടഞ്ഞ പാത്രമാണ്, നീ എന്നെ പുനഃസൃഷ്ടിക്കണമേ എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ, യിരെമ്യാവ് പറഞ്ഞു, ഈ പാത്രം പോലെ നിന്നെ ഞാൻ ഉടയ്ക്കും എന്ന്. എന്നാൽ സുവിശേഷം നമ്മളോട് പറയുകയാണ്, ഉടഞ്ഞ പാത്രത്തെ മെനയുന്നവനാണ് ഞാൻ എന്ന് എന്റെ യേശു പറയുകയാണ്. ഞാൻ നിന്നെ റീഷേപ്പ് ചെയ്യുന്നവനാണ്, ഞാൻ നിന്നെ റീക്രിയേറ്റ് ചെയ്യുന്നവനാണ്, ഞാൻ നിന്നെ പുനഃസൃഷ്ടിക്കുന്നവനാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവം ഒരു ക്രിയേറ്റർ മാത്രമല്ല, ഹി ഈസ് ഓൾസോ എ റീക്രിയേറ്റർ. അവനൊരു പുനഃസൃഷ്ടാവ് കൂടിയാണ്. ആ പുനഃസൃഷ്ടാവ് പറയുകയാണ്, ഞാൻ നിന്നെ റീക്രിയേറ്റ് ചെയ്യും എന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2005 2005 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞങ്ങൾ അമേരിക്കയിൽ, ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ നാട്ടിലാണ്. ഒരു വാർത്ത ഒരു ദിവസം രാവിലെ, എൻ്റെ കൊച്ചുമോന് ഹാർട്ട് പ്രോബ്ലം, അവനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഒരു മാതാവും പിതാവും വിദൂര രാജ്യത്തിരുന്നു കൊണ്ട് കേൾക്കുന്ന വാർത്തയാണ്. എങ്ങനെ ഹൃദയം തകരാതിരിക്കും? ഹൃദയം തകർന്നു. അന്ന് രാവിലെ തിരുസന്നിധി ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് 121-ാം സങ്കീർത്തനമാണെന്ന് ധ്യാനിച്ചത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ ഞാൻ അറിയാതെ പാടിപ്പോയ ഒരു പാട്ടുണ്ട്. ആ പാട്ട്, സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഞാൻ ആ മുട്ടിന്മേൽ നിന്ന് പാടി തുടങ്ങിയത് ഈ വരികളാണ്. ആ പാട്ട് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉടഞ്ഞപ്പ സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു.
ആകാശമണ്ഡലം നിർമ്മിച്ച കൈകളാൽ, ഭൂതലമാകെയും സൃഷ്ടിച്ച കൈകളാൽ, എന്റെ സഹായവും വന്നു ഭവിച്ചിടും, എന്റെ സഹായവും വന്നു ഭവിച്ചിടും. സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ, മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ, മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക, എന്നുള്ളിൽ നിന്നുടെ സന്തോഷം നൽകുക. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക, എന്നുള്ളിൽ നിന്നുടെ സന്തോഷം നൽകുക. സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ, മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. അപ്പോസ്തലൻ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ഗ്രഹനിർമ്മാണം, നാം ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. വി ആർ ഗോഡ്സ് ബിൽഡിംഗ്. നാം ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. നമ്മെ നിർമ്മിക്കുന്നവനാണ് അവൻ. നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ജീവിതത്തെ പണിയുന്നവനാണ് അവൻ. വി ആർ ഗോഡ്സ് ബിൽഡിംഗ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് വീണ്ടും പറയുന്നു, നമ്മളെ ആത്മാവിൽ ഒന്നിച്ച് അവൻ പണിതുകൊണ്ടേയിരിക്കുന്നു. വി ആർ ബീയിങ് ബിൽറ്റ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ബീയിങ് ബിൽറ്റ് ഇൻ സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിൽ നാം പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ദൂത് ഇതാണ്, നീ നിന്റെ ജീവിതത്തിൽ ഒരു മൺപാത്രം പോലെ ഉടഞ്ഞു പോയാലും, യു ആർ ബീയിങ് ബിൽറ്റ് ഇൻ സ്പിരിറ്റ് ഇൻ മീ. നീ എന്നിൽ പരിശുദ്ധാത്മാവിൽ നീ വീണ്ടും പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. നീ ഉടഞ്ഞ പാത്രമായി എൻ്റെ മുമ്പിൽ കിടന്നാലും ഞാൻ നിന്നെ പണിയുന്നവനാണ്. നീ എൻ്റെ ഗ്രഹനിർമ്മാണമാണ്. യു ആർ ഗോഡ്സ് ബിൽഡിംഗ്. നീ ദൈവത്തിന്റെ ആലയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ വിശ്വാസത്തിന്റെ ദാർഢ്യം നമുക്കുണ്ടോ? എൻ്റെ ജീവിതം തകർന്നതാണ്. ഞാൻ ഒരു മൺപാത്രം പോലെ തകർന്നു പോയ ജീവിതത്തിന്റെ ഉടമയാണ്. പക്ഷേ എൻ്റെ കർത്താവ് അവന്റെ കരുണാധിക്യ പ്രകാരം എന്നെ പുനഃസൃഷ്ടിക്കുന്ന കർത്താവാണ്. അവൻ എൻ്റെ ജീവനെ പുനഃസൃഷ്ടിക്കും. അവൻ എൻ്റെ ജീവനൊരു പുതിയ രൂപം നൽകുന്നവനാണ്. കുശവൻ തൻ്റെ കയ്യിൽ ചീത്തയായപ്പോയ പാത്രത്തെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു രൂപമാക്കി തീർത്തതുപോലെ എന്നെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ പുനഃസൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ നമ്മളുടെ പുനഃസൃഷ്ടാവാണ്. നമ്മുടെ ജീവിതങ്ങളെ അവന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ തകർന്ന ജീവിതങ്ങളെ അവന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യമല്ല. വി ആർ ബ്രോക്കൺ. റിയലി വി ആർ ബ്രോക്കൺ ഇൻ എവരി സ്പിയർ. നമ്മുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും നാം തകർന്നവരാണ്. വൈകാരികമായ ജീവിത മണ്ഡലത്തിൽ നാം തകർന്നവരാണ്. ശാരീരികമായി നാം തകർന്നവരാണ്. ആത്മീയമായി നാം തകർന്നവരാണ്. എല്ലാ വിധത്തിലും നാം തകർന്നവരാണ്. പക്ഷേ എൻ്റെ യേശു പറയുന്നു, ഐ വിൽ റീക്രിയേറ്റ് യു. ഞാൻ നിന്നെ പുനഃസൃഷ്ടിക്കും. ഞാൻ നിന്നെ പുനഃസൃഷ്ടിക്കും. പത്രോസിനെ പുനഃസൃഷ്ടിക്കുന്ന എൻ്റെ യേശു, വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ പുനഃസൃഷ്ടിക്കുന്ന എൻ്റെ യേശു, രക്തസ്രാവമുള്ള സ്ത്രീയെ പുനഃസൃഷ്ടിക്കുന്ന എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവന്റെ കരങ്ങൾ കുറുതായി പോയിട്ടില്ല. നമ്മുടെ തകർപ്പെട്ട ജീവിതങ്ങളെ അവന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കർത്താവെ, നീ എന്നെ ഒന്ന് പുനഃസൃഷ്ടിക്കണമേ.
നീ എന്നെ പുനഃസൃഷ്ടിക്കണമേ. തകർക്കപ്പെട്ട കലം പോലെ ആയിത്തീരിക്കുന്ന ഒരു മൺകുടം പോലെ ആയിരിക്കുന്ന എന്റെ ജീവിതത്തെ നീ ഒന്ന് പുനഃസൃഷ്ടിക്കണമേ എന്ന് അവന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിച്ചാൽ ആ ക്ഷണനേരം കൊണ്ട് നമ്മെ പുനഃസൃഷ്ടിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹി ഈസ് അവർ മാസ്റ്റർ ബിൽഡർ. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായ ബിൽഡറാണ്, സൃഷ്ടാവാണ്, പണിക്കാരനാവൻ. ഹി ഈസ് അവർ മാസ്റ്റർ ബിൽഡർ. പ്രസിദ്ധമായ ഒരു ചിന്തയുണ്ടല്ലോ, യെസ്, ഹി ഈസ് മോർ ദാൻ എ കാർപ്പന്റർ. എന്റെ യേശു കേവലം ഒരു തച്ചൻ മാത്രമല്ല, അതിനുപരി മറ്റെന്തൊക്കെയാണ്. അവനുപരി എന്താണ്? ഹി ഈസ് മൈ മാസ്റ്റർ ബിൽഡർ. നമ്മുടെ പുനഃസൃഷ്ടാവാണ്, നമ്മുടെ പ്രധാന ശില്പിയാണ് അവൻ. ഹി ഈസ് അവർ മാസ്റ്റർ ബിൽഡർ. നമ്മുടെ ജീവിതത്തെ അവന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ, തകർക്കപ്പെട്ട ഓട്ടും കഷണങ്ങളായി അവന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചാൽ, ആ ഓട്ടും കഷണത്തെ അവൻ രൂപപ്പെടുത്തി പുതിയ പാത്രമാക്കി നമ്മെ മാറ്റുന്ന, പുതിയ ജീവൻ നമുക്ക് നൽകുന്ന, തന്റെ ആത്മാവിനെ നമ്മെ ശക്തീകരിക്കുന്ന, പുനഃസൃഷ്ടിക്കുന്ന കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ലെറ്റസ് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മൾ അവനോടുകൂടെ നമുക്ക് പണിയപ്പെടാം. മാസ്റ്റർ ബിൽഡറിന്റെ കയ്യിൽ നമ്മളുടെ ജീവിതങ്ങൾ സുരക്ഷിതമാണ്. ഹി ഈസ് മോർ ദാൻ എ കാർപ്പന്റർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെയധികം അനുഗ്രഹപ്രദമായൊരു ദൂതാണല്ലോ നമുക്ക് ലഭിച്ചത്. പുനർസൃഷ്ടിക്കുന്ന, വീണ്ടും അവസരങ്ങൾ നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നതാകുന്നല്ലോ. ചില നിമിഷങ്ങൾ നമുക്ക് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സ്തോത്രം, സ്തോത്രം. ഒന്ന് ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലും. സാറേ, യിരെമ്യാ പ്രവാചകനിലെ ആക്റ്റഡ് പാരബിൾസിനെ കുറിച്ച് ഞാൻ ഇന്ന് ഇതോടുകൂടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. തോമസ് അറിയില്ലേ അവിടെ? ഹലോ, സാറുണ്ട്, മ്യൂട്ടാണ്. ആക്റ്റഡ് പാരബിൾസ് വേറെ ഓപ്പൺ ആവുന്നില്ല. ഉണ്ടോ? ഇല്ല, പറഞ്ഞു, ചോദിച്ചു. ഒന്നുമില്ല. നമ്മളിപ്പോ ആക്റ്റഡ് പാരബിൾസ് ഏതൊക്കെ എടുത്തു? കുശവന്റെ ആലയ പറഞ്ഞു, പിന്നെ അനാഥോത്തിലെ നിലം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു, പിന്നെ ലോയിൻ ക്ലോത്തിന്റെ കാര്യം പറഞ്ഞു, ഇത് പറഞ്ഞു. 4 എണ്ണം നമ്മൾ ചിന്തിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 ആക്റ്റഡ് പാരബിൾസ് ആണ് പ്രധാനമായിട്ടുള്ളത്. വേറെ ബുക്സിലുണ്ടോ? വേറെ ബുക്സിലൊക്കെ ഉണ്ട്. ഹോശേയ പ്രവാചനത്തിലൊക്കെ നമുക്ക് ആക്റ്റഡ് പാരബിൾ, ജീവിതം തന്നെ ഹോമിച്ച ആക്റ്റഡ് പാരബിൾസ് കാണാൻ പറ്റും. ജീവിതം തന്നെ ഹോമിച്ചതാണ്. പക്ഷെ ആക്റ്റഡ് പാരബിൾസ് എന്ന നിലയിൽ പലപ്പോഴും പഠിപ്പിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ ഈ ആക്റ്റഡ് പാരബിൾസ് ആണ്. സുസനാന്റി പറഞ്ഞത് ഈ വേർഡ് തന്നെ ഇപ്പോഴാ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത്? അതെ അതെ, മലയാളത്തിൽ എങ്ങനെ പറയും സാർ അത്? മലയാളത്തിൽ ഉപമകളാണ് വാസ്തവത്തിൽ, പാരബിൾ ആണല്ലോ. അതിനെന്താ മലയാളത്തിൽ പറയേണ്ടത്? അഭിനയിച്ച് കാണിക്കുന്ന ഉപമകൾ, പ്രായോഗിക ഉപമകൾ എന്നുള്ളതാണ്. പ്രയോഗബദ്ധമായ ഉപമകളാണ് വാസ്തവത്തിൽ ഉപമ. ഇപ്പൊ കർത്താവ് മുടിയനായ പുത്രന്റെ കഥ പറഞ്ഞു, അത് കഥ പറയുകയായിരുന്നു. എന്നാൽ ഇവിടെ കഥ പറയുകയല്ല, കഥ സ്വയം ചെയ്യുകയാണ്.
അവിടെ ഈ ആക്റ്റഡ് പാരബിളിൽ വാക്കുകൾക്ക് മാത്രമല്ല ക്രിയയ്ക്ക് കൂടി പ്രാധാന്യമുണ്ട്, നമ്മുടെ സമർപ്പണത്തിന്റെ കൂടെ. അപ്പൊ ഇവിടെ പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. സാറേ സ്പെല്ലിങ് ACTUAL, ആക്ച്വൽ. ആക്റ്റഡ് ആണ്, അല്ലല്ലേ? ആക്റ്റഡ്, ACTED. ഓ ശരി, ഓക്കെ ആക്റ്റഡ്, ആക്ഷൻ എന്നുള്ളതിന്റെ ഓക്കെ ആക്റ്റഡ്, ആക്റ്റഡ് പാരബിൾ, ഓക്കെ. ആക്ച്വൽ അല്ല. ഇനി ഇരമ്യ പ്രവാചകന്റെ അതേ റോള് തന്നെയല്ലയോ നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് പറയേണ്ടതൊന്നും നമ്മളെങ്ങും പറയാറില്ല. അതിൽ തന്നെ ഒരു പ്രവാചക ദൗത്യമല്ലേ നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്? അതെ, നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രവാചക ദൗത്യമാണ്. ഇരമ്യ പ്രവാചകൻ പക്ഷെ അത് പറഞ്ഞു, അത് ചെയ്തു. നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതെ, നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ഒരു നമ്മളെല്ലാം കോംപ്രമൈസിങ്ങിന്റെ ആൾക്കാരില്ലേ? അതെ അതെ, നമ്മൾ അത് രക്ഷപ്പെടുന്നതിന്റെ ഏറ്റവും മാത്രമേ വലിയ നടക്കുന്നുള്ളൂ. അത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഒരു ചെറിയ സമൂഹമെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതെ, അപ്പൊ നമുക്ക് നിലനിൽപ്പില്ലാതെ വരും. നമ്മൾ പറയേണ്ടത് പറയണം. എനിക്ക് കിട്ടുന്ന വേദികളിൽ ഞാനൊരു കോംപ്രമൈസും ഇല്ലാതെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അത് ചിലപ്പോൾ ഗുണവും ദോഷവും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാവണം അക്കാര്യത്തിൽ. ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് നോക്കിയാൽ മതി. അതെ, ഞാൻ അതുകൊണ്ടാണ് രമ്യാവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല ആരോടും. ആരുടെ മുഖത്ത് നോക്കി, അവസാനം രാജാവിന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു സുവിശേഷകന്റെ ദൗത്യം വിജയിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പത്രോസ്മാരുടെയൊക്കെ ജീവിതത്തിൽ അതല്ലേ കണ്ടത്? ഗവർണർമാരുടെയൊക്കെ മുഖത്ത് നോക്കി ഇപ്പം പൗലോസിന് സംസാരിക്കാൻ, പത്രോസിന് സംസാരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ധീരതയാണ്. വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തോടുള്ള 100% കംപ്ലീറ്റ് സബ്മിഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, ഡിവോഷൻ, അതുണ്ടായാലേ നമുക്കത് സംഭവിക്കുകയുള്ളൂ. സാറ് പറഞ്ഞ സബ്മിഷൻ എന്നോടുള്ളത് വളരെ പ്രസക്തമാണ്. നമ്മൾ പ്രവചന ശബ്ദം മാത്രം കാക്ഷിക്കുകയല്ല, ആ ഒരു കംപ്ലീറ്റ് സബ്മിഷൻ ഇല്ലാത്ത ഒരാൾ പറയുന്നത് പലപ്പോഴും പ്രതികാരാത്മകമായിട്ടോ വിദ്വേഷമായിട്ടോ ഉള്ള പ്രതിഫലനമായിരിക്കും. അല്ലേ? അതെ, ഒരു സബ്മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പ്രതികരിക്കാനും കഴിയത്തുള്ളായിരിക്കുമെന്നാണ് എനിക്കിതൊരു തോന്നൽ. ഈ സബ്മിഷനും കമ്മിറ്റ്മെന്റും എല്ലാം ഒന്നിച്ചു വരണം. അതെ അതെ. സാറിന് രാവിലെ 1 മണിക്കൂറുടെ കിട്ടുന്നത് എന്നുള്ളത് വളരെ സന്തോഷം. പക്ഷെ ഇന്ന് ഞാൻ ശാരീരികമായിട്ട് ഒത്തിരി ഞാൻ ക്ഷീണിതനായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ശരിയായിട്ട് വാക്കുകൾ വന്നില്ല എന്നെനിക്ക് തോന്നൽ. ചില ദിവസം പക്ഷെ സംസാരിക്കുന്ന കർത്താവാണല്ലോ, കർത്താവ് തന്നോളൂ. നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ല ആർക്കും?
നമ്മുടെ മറ്റു ശ്രോതാക്കൾക്ക് ഇപ്പൊ എബിയും തോമസ് സാർ മാത്രമേ സംസാരിച്ചോളൂ, ഒരാൾ ഇവിടെ കിട്ടുന്നു അല്ലേ? ഇന്നത്തെ സാറ് ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ സബ്ജക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഈ പ്രവചനവും നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് ഭംഗിയായിട്ട് തന്നെ അത് പറഞ്ഞു. ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് സാറാന്ന് പറഞ്ഞതാ ഇപ്പൊ. അത് തന്നെ ദൈവത്തിന്റെ സ്തോത്രം. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് സംശയം. എന്റെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? സഹായശൈലമേ, കേട്ടിട്ടില്ലല്ലോ. ഇല്ല, അത് കേട്ടിട്ടില്ല. ഞാൻ പാടിയ പാട്ട് ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. സാറേ എന്റെ ലിറിക്സ് ഒക്കെ അയച്ചു തന്നേരെ. പാട്ട് സാറൊന്ന് പാടിയും പിന്നെ അതിന്റെ ലിറിക്സ് കൂടെ തരാമെങ്കിൽ ഞങ്ങൾക്ക് പാട്ടൊന്ന് പഠിക്കുന്ന നല്ലതാ. ഇട ദിവസങ്ങൾ ശ്രമിക്കാം. അതെ, 21-ാം ഒരു ദിവസം സാർ ഒരു ദിവസം ആ പാട്ടായിട്ട് സാറിന്റെ 1-2 പാട്ട് സാറ് തന്നെ പഠിപ്പിക്കാമെങ്കിൽ നന്നായിരിക്കും. വേറെ ദിവസം ഒരു ദിവസം അങ്ങനെ ചെയ്യാം. അപ്പൊ അത് ഞങ്ങൾ പഠിക്കും. അത് ബുധനാഴ്ച അല്ലാത്തൊരു ദിവസം. എന്നെ ശക്തനാക്കുന്നവൻ, ആ പാട്ട് സാർ എഴുതിയതാണോ? അതെ. ചാക്കോ സാറാണ്ട് പറയാൻ വന്നതാ ജഗപ്? ഇല്ല, നമ്മുടേത് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സോങ് സൂസൻ ജോൺ പ്ലീസ്. അതിനുശേഷം സാറിന്റെ ആശീർവാദത്തോടു കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൂസൻ ജോൺ പ്ലീസ്. കർത്താവേ, നിൻ കരങ്ങൾ നിർമ്മിച്ച ലോകമെല്ലാം എൻ കൺകൾ കാണുകയിൽ, ഇടിമിന്നൽ താരഗണങ്ങൾ കണ്ടാൽ എൻ ദൈവമേ നീ എത്ര ഉന്നതൻ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. തൻ സുനുവേ ആദരിയാതെ ദൈവം ശാപമാക്കിയ ദൈവപുത്രനെ, വൻക്രൂശിൽ തൻ പുണ്യരക്തം ചിന്തി എൻ മഹാപാപഭാരം നീക്കിയേ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. യേശു വരും വിജയരാവത്തോടെ, വാനത്തിലെന്നെ ചേർത്തു കൊള്ളുമ്പോൾ, ആനന്ദത്തിൻ കണ്ണീർ കണങ്ങൾ വീഴ്ത്തി ആരാധിച്ചിടും പൊന്നുനാഥനെ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെയും കൂടെ നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ കേട്ട വചനത്തോടുകൂടെ ഇപ്പോഴും നീക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Then sings my soul. അതിമനോഹരമായിരുന്നു എൻ്റെ മലയാളം. സൂസൻ ആന്റിയുടെ അപ്പോൾ താങ്ക് യു.